ഹലോ! കുറേ നാളായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്ലേസാണ് സ്കോട്ട്ലൻഡ്. അങ്ങനെ എല്ലാം കൂടി ഒത്തു വന്നപ്പോൾ ഒരു 3 ഡേയ്സ് റോഡ് ട്രിപ്പ് പ്ലാനിട്ടാണ് ഈ പോകുന്നത് വിത്ത് മൈ 3 അതർ ബഡീസ്. നോർത്തേൺ അയർലൻഡിൽ നിന്ന് സ്കോട്ട്ലൻഡിലേക്ക് ഫ്ലൈറ്റിലും പോകാൻ പറ്റും, ഫെറിയിലും പോകാൻ പറ്റും. ഈ പ്രാവശ്യം ഫ്ലൈറ്റിലാണ് പോയത്. തലേ ദിവസം തന്നെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ബിക്കോസ് പിറ്റേ ദിവസം രാവിലെ 7 മണിക്കത്തെ ഫ്ലൈറ്റ് ആയിരുന്നു. അർമയിലോട്ട് മാറിയതുകൊണ്ട് വീട്ടിൽ നിന്ന് 4:30 ആയപ്പോൾ ഇറങ്ങി. അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ബെൽഫാസ്റ്റിൽ നിന്നും എഡിൻബറ ഇറങ്ങി എയർപോർട്ടിൽ നിന്നും എയർലിങ്ക് എക്സ്പ്രസ് എടുത്ത് ഹെയ്മാർക്കറ്റ് ഇറങ്ങി. നല്ല വിശപ്പുണ്ടായതുകൊണ്ട് ഗ്രെക്സിൽ നിന്ന് സ്റ്റീക്ക് ബേക്ക് മേടിച്ചു കഴിച്ചു. സ്റ്റോം ഒക്കെ കഴിഞ്ഞ് ഇവിടെ അത്യാവശ്യം നല്ല വെതറായിരുന്നേ. അവിടുന്ന് തന്നെ നെക്സ്റ്റ് ട്രെയിൻ ക്യാച്ച് ചെയ്ത് അപ്ഹോൾ എന്ന് പറയുന്ന സ്റ്റേഷനിലെത്തി. ഈ ചെറിയ റോഡ് ട്രിപ്പിന് 4 പേർക്കുള്ള ക്യാമ്പർ വാനാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത്. സ്റ്റേഷനിൽ നിന്ന് ഒരു 5 മിനിറ്റ് നടന്നാൽ റോഡ് സഫ് ക്യാമ്പർ വാൻ റെൻറ്റൽസിലെത്തും. ഇനി ഇതിലാണ് നെക്സ്റ്റ് 3 ഡേയ്സ് സ്കോട്ട്ലൻഡ് യാത്ര. 4 പേർക്ക് ഇതിൽ സുഖമായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും, കുക്ക് ചെയ്യാൻ പറ്റും, വാഷൊക്കെ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. താഴെ 2 പേർക്ക് കിടക്കാൻ പറ്റും. പിന്നെ മുകളിലേക്ക് ഇത് ഓപ്പൺ ആക്കിയാൽ അപ്പർ ഡെക്കിലും 2 പേർക്ക് കിടക്കാൻ പറ്റും. പിന്നെ ഇതാണ് ടോയ്ലറ്റ്. ഇത്തിരി കോമ്പാക്റ്റ് ആണ്, ചെറിയൊരു ഷവറൊക്കെ ഉണ്ട്, പക്ഷേ അത്യാവശ്യം കാര്യങ്ങളൊക്കെ സാധിക്കാൻ പറ്റും. ക്യാമ്പർ വാൻ ഹയർ ചെയ്യുന്നിടത്ത് ഇങ്ങനെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇവിടുന്ന് ക്യാമ്പർ വാൻ എടുത്ത ആൾക്കാർ വെച്ചിട്ട് പോയതാണേ. ഇവിടുന്ന് നമുക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റും. അത്യാവശ്യം അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ഈ ജേർണി നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ക്യാമ്പർ വാൻ ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ. ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ. ബൈ ബൈ.